നിങ്ങൾ എത്ര ആളെ കൊണ്ടുപോയി എന്നുള്ളതല്ല, എത്ര പേർക്ക് അയ്യപ്പ ദർശനം ഉണ്ടായി. പലരും പറഞ്ഞു ഞാൻ 60 വർഷമായി ശബരിമലയ്ക്ക് പോകുന്നു, 70 വർഷമായി ശബരിമലയ്ക്ക് പോകുന്നു. ഈ പോക്കുവരവിൻ്റെ സീനിയോറിറ്റി അല്ല ശരിക്കുള്ള സീനിയോറിറ്റി. അങ്ങോട്ട് പോയി അയ്യപ്പ ദർശനം എടുത്ത് തിരിച്ചിറങ്ങി വരുമ്പോൾ കാണുന്നതെല്ലാം അയ്യപ്പനാണെന്ന് തോന്നിയോ? എങ്ങും നിറഞ്ഞ പൊരുളേ നമ്മൾ ശരണം വിളിക്കും. എൻ്റെ അകത്തും പുറത്തുമുള്ളത് അയ്യപ്പ ചൈതന്യമാണെന്ന് ബോധിച്ചു. ഇതുണ്ടെങ്കിൽ ദർശനം പൂർണ്ണമായി. ഇല്ലെങ്കിൽ എല്ലാ വർഷവും പ്രൊജക്റ്റാണ്. ഇപ്പോഴൊക്കെ പോകുന്ന പറഞ്ഞാൽ സ്പിരിച്വൽ പിക്നിക്കാണ്. ഗവൺമെന്റിന് അത് മുതലെടുക്കണില്ല. സ്പിരിച്വൽ ടൂറിസം എന്നാ പറയുക. ഇത് ടൂറിസമാണ്. വിനോദയാത്രയാണോ തീർത്ഥയാത്ര? ഇത് രണ്ട് വഴിക്കാണ്. പക്ഷെ ഗവൺമെന്റിന് കാശ് വേണം. ഇപ്പൊ സ്പിരിച്വൽ പിക്നിക്കായിട്ട് മാറി തുടങ്ങി തീർത്ഥയാത്രകൾ. മിക്കവാറുമില്ല ഓടിപ്പോവും, അവിടെ പോകും, 1 ദിവസം കൊണ്ട് ചെല്ലും, 2 ദിവസം കൊണ്ട് ചെല്ലും, അവിടെ പോകും, സന്നിധാനത്ത് പോയിട്ട് ചുണ്ടും കുറിപ്പിച്ച് ഒരു സെൽഫി എടുക്കും, ഫേസ്ബുക്കിലിടും, കഴിഞ്ഞു, പ്രൊജക്ട് കംപ്ലീറ്റ്. തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് വിളിച്ച് പറയും, ഇതാ ഞാൻ ഇത്ര മണിക്ക് എത്തിട്ടോ, എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചോളൂ. പ്രൊജക്ട് കംപ്ലീറ്റ്. 41 ദിവസം വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു ആധ്യാത്മിക സംസ്കാരം ഉണ്ടാവും. 21 ദിവസം ഒരു കാര്യം 21 ദിവസം ഒരേപോലെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ 41 ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു ആധ്യാത്മിക സംസ്കാരം നമ്മുടെ ഉള്ളിലെ പവറാണത്. അതിനെ തിരിച്ചു വരുമ്പോൾ വഴിയിൽ ഉപേക്ഷിച്ച് വരികയല്ല വേണ്ടത്. അതിനെ തിരിച്ചു വന്നാൽ ഈ മുദ്ര ഊരി വെച്ചാലും അയ്യപ്പ സ്വാമിയെ ധ്യാനിച്ചുകൊണ്ടില്ലേ, നമ്മുടെ ഉപാസനമൂർത്തിയാണോ ധ്യാനിച്ചുകൊണ്ട് ആ ശക്തിയെ വീണ്ടും വളർത്തി കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇതെന്നും കെട്ടിയിട്ട പോലെ അവിടെ തന്നെ നിൽക്കുള്ളൂ.